നമ്മളെല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം അവസാനമുണ്ട്. അവസാനത്തെ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾക്ക് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. നമ്മൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ഒരു പേനയും ഒരു പുസ്തകം അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ നോട്ട് പാഡിലോ എവിടെയാണെങ്കിലും ഇവിടെ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഈ 18 ദിവസം കഴിയുന്ന സമയത്ത് ഈ ഭഗവത്ഗീതയെക്കുറിച്ച് ഒരു സാരം, ഭഗവത്ഗീതയുടെ സാരം, ഓരോ അധ്യായത്തിൻ്റെയും സാരം നമ്മുടെ കയ്യിലുണ്ടാവും. കാരണം ഇവിടെ പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, വളരെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഗുരുപരമ്പരയിലൂടെ കിട്ടിയിട്ടുള്ള ജ്ഞാനം അത് ഓവർവ്യൂ എന്നുള്ള രൂപത്തിൽ, ഭഗവത്ഗീത ഓവർവ്യൂ എന്നുള്ള രൂപത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ പറയുന്നതെല്ലാം ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങളാണ്. പോയിന്റ് രൂപത്തിലാണ് ഇവിടെ പറയുന്നത്, വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. നമ്മളത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 18 ദിവസം കഴിയുമ്പോൾ, ഈ ഭഗവത്ഗീത ഓവർവ്യൂ കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ചുരുക്കം, 18 അധ്യായത്തിന്റെ ഒരു ചുരുക്കം ഉണ്ടാകും. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. ക്ലാസ് കഴിയുമ്പോൾ തന്നെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മറ്റ് ഒരുപാട് ചിന്തകൾ, നമ്മൾ ഒരുപാട് മറ്റ് ജോലി തിരക്കിൻ്റെ ഒക്കെ ഇടയ്ക്കാണ് ഈ ക്ലാസ് കേൾക്കാൻ വന്നിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ ഈ കാര്യം മറന്നുപോകും. നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ചോദിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്, നമ്മൾക്ക് ഒന്നുകൂടി ഓർമ്മ വരും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ഇന്ന് ആരംഭിക്കാം. ആദ്യം നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. യെസ്, നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഭഗവത്ഗീത കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പലരും നേരത്തെ ഭഗവത്ഗീത മറ്റു പല ക്ലാസ്സുകളിൽ നിന്നും കേട്ടിട്ടുണ്ടാകാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. നമ്മൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഭഗവത്ഗീത യഥാരൂപം 88 ഭാഷകളിൽ പബ്ലിഷ് ചെയ്യുന്ന ഭഗവത്ഗീത യഥാരൂപം, അതിൻ്റെ ഭാവാർത്ഥം രചിച്ചിട്ടുള്ളത് ഇസ്കോൺ സ്ഥാപകാചാര്യൻ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദരാണ്. ശ്രീലപ്രഭുപാദരുടെ യഥാരൂപം ഭഗവത്ഗീതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭഗവത്ഗീതയാണ് 100-ലധികം യൂണിവേഴ്സിറ്റികളിൽ, വിദേശ യൂണിവേഴ്സിറ്റികളിൽ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്നുള്ള രൂപത്തിൽ, ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ആസ് ഇറ്റ് ഈസ്, മലയാളത്തിൽ യഥാരൂപം എന്ന് പറയും. യഥാരൂപം വിവർത്തനം ചെയ്തിട്ടുള്ളത് നമ്മുടെ നാലപ്പാട്ട് ബാലാമണിയമ്മ, പത്മഭൂഷൺ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ വിവർത്തനമാണ്. നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് മലയാളത്തിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭഗവത്ഗീത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവത്ഗീത യഥാരൂപമാണ്. വളരെ ലളിതമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഈ ഭഗവത്ഗീത ഓവർവ്യൂ നടക്കുന്നത്. ഇവിടെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇച്ചിരി ഉറച്ച് പറഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. സൗണ്ട് സ്വല്പം കുറവുണ്ട് പ്രഭുജി, കുറച്ചുകൂടെ ഉറപ്പ് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, എനിക്ക് പൊതുവെ സൗണ്ട് കുറവാണ്. യെസ്, ഓക്കെ.
യെസ്. അപ്പം എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്? എന്താണ് നമ്മൾ ഭഗവത്ഗീത പഠിച്ചത് കൊണ്ടുള്ള നേട്ടം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ജീവിത വിജയം. ഒരു ജീവിതത്തിൽ എന്തിനാണ്? വരുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത്. ഗൈഡ്ലൈനാണ് ഭഗവത്ഗീത. യെസ്. നമ്മൾക്കറിയാം എപ്പോഴാണ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം. അർജുനൻ യുദ്ധഭൂമിയിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന സമയത്താണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്, അല്ലെ? അങ്ങനെ വീണ്ടും അർജുനന് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ലഭിച്ചു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അർജുനന് വ്യക്തമായി. ഈ ഭഗവത്ഗീത ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ ചോദിക്കുന്നുണ്ട് അവസാനം, നിനക്കിതെല്ലാം മനസ്സിലായോ, ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അർജുനൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത് പ്രസാദാത് മയാച്യുത. എനിക്ക് എല്ലാ സംശയങ്ങളും തീർന്നു. എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പം ഇതൊരു ശാസ്ത്രമാണ്. സംശയങ്ങളില്ലാതെ ഈ ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം ഭഗവത്ഗീത വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സംശയങ്ങൾ തീർന്ന് നമ്മൾക്ക് ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ നമ്മൾക്കും സാധിക്കും. അർജുനന് സാധിച്ചതുപോലെ നമ്മൾക്കും അതിന് സാധിക്കും. അതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ലോകം മുഴുവൻ പ്രശസ്തമാണ്, അല്ലെ? ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5000 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാൻ ഉപദേശിച്ചു. പക്ഷെ ഇപ്പോഴും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഈ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പുരാതന ശാസ്ത്രമാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ ആളുകളും വളരെയധികം റിസർച്ച് നടത്തിയിരിക്കുന്ന ഒരു ഉന്നതമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഒരു ഭണ്ഡാരമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പം ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്ന് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തിൽ, പത്മപുരാണത്തിൽ ഭഗവത്ഗീതയുടെ മഹാത്മ്യം പറയുന്നുണ്ട്. അതിൽ 7 മഹാത്മ്യം നമ്മൾക്ക് ഈ ഭഗവത്ഗീത യഥാരൂപം പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതിന്റെ അവതാരികയില് ആരുടെയെങ്കിലും കയ്യിൽ ഭഗവത്ഗീത യഥാരൂപം ഉണ്ടെങ്കിൽ ഈ പുസ്തകവും ഈ ക്ലാസ്സിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ അവതാരികയിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ അവതാരികയിൽ നമ്മൾക്ക് അവസാനത്തെ പേജിൽ, ഇവിടെ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ 41ാമത്തെ പേജിലാണ്, ഇതിൽ ഗീതാമഹാത്മ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഗീതാമഹാത്മ്യത്തില് ഭഗവത്ഗീത ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശ്ലോകം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നു, ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രയത പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദി വർജിത എന്നാണ്. ഇത് ഗീത പഠിച്ചു കഴിഞ്ഞാൽ, ദിവസം നമ്മൾ ഗീത പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിവസം നമ്മൾ ഗീത വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം ആണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഭയശോകാദി വർജിത. ഈ ഗീതാശാസ്ത്രം നമ്മൾ ദിവസം പഠിക്കുകയാണെങ്കിൽ, ഈ ഭഗവത്ഗീത ദിവസവും നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭയശോകാദി വർജിത എന്ന് പറയും. വർജിത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്കുള്ള 2 ദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന 2 കാര്യമാണ് ഭയവും ശോകവും, അല്ലെ? ഒന്ന് ഭയം. ഭയമില്ലാത്തതായിട്ട് ആരുമില്ല. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ, അല്ലെ? ടെൻഷൻ, എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. കലിയുഗത്തിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും ഒരുപാട് ടെൻഷനാണ്, അല്ലെ? അതിനാണ് ഭയം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഭയം എന്ന് പറയും. നമ്മൾക്ക് പരിചയമുള്ള വാക്ക് ടെൻഷൻ എന്നാണ്. ടെൻഷൻ, എനിക്ക് വലിയ ടെൻഷനാണെന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും ചിലപ്പം, എനിക്ക് വലിയ ടെൻഷനാണ്. ടെൻഷനും ഭയവും ശോകവും ദുഃഖം, ദുഃഖം, എനിക്കത് കിട്ടിയിട്ടില്ല, എനിക്കിത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ദുഃഖം, അല്ലെങ്കിൽ എനിക്കിത് നഷ്ടപ്പെട്ടു, എനിക്കിത് ഉണ്ടായിരുന്നു ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ദുഃഖം. ഇങ്ങനെ 2 വിധത്തില് ദുഃഖമുണ്ടാകും.
ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനെ വല്ലാണ്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഭയം അല്ലെങ്കിൽ ടെൻഷൻ, രണ്ടാമത്തത് ദുഃഖം. അല്ലെ? ഈ രണ്ട് കാര്യങ്ങളും ഭഗവത്ഗീത ദിവസവും വായിക്കുന്നവരെ ബാധിക്കുന്നില്ല എന്ന് ഭഗവത്ഗീത മഹാത്മ്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഗീത വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊരു നേട്ടം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഭയശോകാദി വർജിത. ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന ആളുകളെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയവും അവരുടെ ദുഃഖങ്ങളും ബാധിക്കുന്നില്ല. ഭയം ദുഃഖം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് ബാധിക്കാതെ നമ്മൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. സഹായിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. നമ്മൾക്ക് മറ്റ് ഒരു പുസ്തകത്തിലും ഇങ്ങനെ ഒരു ഗ്യാരണ്ടി കാണാൻ സാധിക്കില്ല. അല്ലെ? നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ സ്വന്തമായിട്ട് വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ വായിക്കുന്നുമുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നമ്മളോട് ഗ്യാരണ്ടി പറയുന്നുണ്ടോ, നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം ഇല്ലാതാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാകും എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഈ ഭഗവത്ഗീതയിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി നമ്മൾക്ക് നൽകുന്നുണ്ട്. ഭഗവത്ഗീത മഹാത്മ്യത്തിൽ പറയുന്നു, ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രയത പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദി വർജിത. നമ്മുടെ ഭയം, നമ്മുടെ ടെൻഷൻ, നമ്മുടെ ദുഃഖം ഇത് രണ്ടും ഇല്ലാതാകും എന്ന് പറയുന്നു. അതൊരു വലിയ കാര്യമാണ് ഭഗവത്ഗീത ദിവസം വായിക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് ആ ഭഗവത്ഗീത ദിവസം വായിക്കുന്നതിനുള്ളൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനു ശേഷം ഈ ഭഗവത്ഗീത ഓവർവ്യൂവിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടുന്ന് തന്നെ ഇസ്കോൺ ഗുരുവായൂരിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് നമ്മൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ സാധിക്കും. താല്പര്യമുള്ളവർക്കൊക്കെ അതിനും പിന്നീട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഭഗവത്ഗീതയിൽ എത്ര അധ്യായമാണുള്ളത്? 18. എല്ലാവർക്കും അറിയാം. ഭഗവത്ഗീത 18 അധ്യായമാണുള്ളത്. ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണുള്ളത്. ഭഗവത്ഗീതയിൽ 4 പേരാണ് ആകെ സംസാരിക്കുന്നത്. അല്ലെ? ആരൊക്കെയാണ്? ഭഗവാൻ അർജുനൻ, സഞ്ജയൻ, ഇപ്പൊ ഭഗവത്ഗീത ആകെ 4 പേരെ സംസാരിക്കുന്നുള്ളൂ. അല്ലെ? ഭഗവാൻ അർജുനനോട് സംസാരിക്കുന്നു, ഭഗവാനും അർജുനനും. പിന്നീട് ധൃതരാഷ്ട്രൻ തന്റെ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയനോട് സംസാരിക്കും. ഇങ്ങനെ 4 പേര് തമ്മിലുള്ള സംവാദമാണ് ഭഗവത്ഗീത. രണ്ടും 2 സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണം നമ്മൾ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതേപോലെ ധൃതരാഷ്ട്രനും സഞ്ജയനും തമ്മിലുള്ള സംഭാഷണം ആസ്തിനപുരത്തിലുള്ള ധൃതരാഷ്ട്രന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസം ഓരോ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ആ അധ്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന ശ്ലോകം മുതൽ ഇന്ന ശ്ലോകം വരെ ഈ ഒരു കാര്യമാണ്, ഈ ഒരു പ്രത്യേക വിഷയമാണ് അവിടെ സംസാരിക്കുന്നത്. ഇന്ന ശ്ലോകം മുതൽ ഇന്ന ശ്ലോകം വരെ ഈ ഒരു പ്രത്യേക വിഷയമാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഓരോ ചാപ്റ്ററിനെയും ഡിവൈഡ് ചെയ്ത് പറയും. ആ ഡിവൈഡ് ചെയ്ത് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. മറ്റു പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. ഈ ഡിവൈഡ് ചെയ്ത് പറയുന്നതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ ഓരോ അധ്യായവും നമ്മൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ അധ്യായങ്ങളുടെ ഒരു രത്ന ചുരുക്കം നമ്മുടെ കയ്യിലുണ്ടാവും ഈ 18 ദിവസം കഴിയുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്. ഇപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1-ാമത്തെ അധ്യായമാണ്. 18 അധ്യായം ഉണ്ട് എന്ന് നമുക്കറിയാം. 1-ാമത്തെ അധ്യായം ശ്രീല പ്രഭുപാദ 1-ാമത്തെ അധ്യായത്തിന് നൽകിയിട്ടുള്ള പേര് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ് ഈ 1-ാമത്തെ അധ്യായത്തിന്റെ പേര്. ഇതിൽ ആകെയുള്ളത് 46 ശ്ലോകങ്ങളാണ്. 1-ാമത്തെ അധ്യായത്തില് 46 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ ഈ ഒരു അധ്യായത്തിൽ
നമ്മൾ പറഞ്ഞു 4 പേര് സംസാരിക്കുന്നുണ്ട്. ഇതില് ഭഗവാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഈ അധ്യായത്തില് ഭഗവാനൊന്നും സംസാരിക്കുന്നില്ല. അടുത്ത അധ്യായത്തിലാണ് ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതില് ധൃതരാഷ്ട്രനും സഞ്ജയനും അർജുനും സംസാരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 46 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് ഈ അധ്യായത്തിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ പഠിത്തത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഈ അധ്യായം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ അധ്യായത്തിനെ നമ്മൾക്ക് കുറച്ച് സെക്ഷൻസ് ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. 4 സെക്ഷൻസ് ആയിട്ട്, 4 ഭാഗമായിട്ട് ഈ അധ്യായത്തിനെ നമുക്ക് തിരിക്കാൻ സാധിക്കും. ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ. 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒന്നാമത്തെ ശ്ലോകം നമ്മൾക്കറിയാം. ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്നതാണ്. കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ഒത്തുകൂടിയിട്ടുള്ള തൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്താണ് ചെയ്തത് എന്ന് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്ന ശ്ലോകമാണ്. ആ ശ്ലോകം എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഭഗവത്ഗീതയുടെ വിഷയം എന്താണെന്ന് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മത്തിനെ കുറിച്ചാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്നാണ് പറയുന്നത്. കുരുക്ഷേത്രം പുണ്യഭൂമിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ധൃതരാഷ്ട്രന്റെ മനോഭാവത്തിനെ കുറിച്ചും ആ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാമക പാണ്ഡവാശ്ചൈവ, എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് പാണ്ഡവരെ കുരുവംശജരായിട്ട് കണക്കാക്കാൻ ധൃതരാഷ്ട്രൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഓവർവ്യൂവിൽ പോകുന്നില്ല. അപ്പം അത് നമുക്ക് അടുത്ത വേറൊരു സെക്ഷനിൽ ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ശ്ലോകം മുതൽ 13ാമത്തെ ശ്ലോകം വരെ, 13 വരെയുള്ള ശ്ലോകങ്ങളെ 2 മുതൽ 11ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു. ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പാണ്ഡവർ എന്താണ് ചെയ്തത്, പാണ്ഡവരും കൗരവരും എന്താണ് ചെയ്തത് എന്നെടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ ശ്ലോകം മുതൽ 13ാമത്തെ ശ്ലോകം വരെ, 2ാമത്തെ ശ്ലോകം മുതൽ 13ാമത്തെ ശ്ലോകം വരെ ദുര്യോധനൻ, കൗരവപക്ഷത്തിലെ സേനാനായകനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനൻ തന്റെ സൈന്യത്തിനെ ദ്രോണർക്ക് പരിചയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൗരവപക്ഷത്തിനെയും പാണ്ഡവപക്ഷത്തിനെയും ദ്രോണാചാര്യർക്ക് ദുര്യോധനൻ പരിചയപ്പെടുത്തും. ആ ഒരു സെക്ഷനാണ് ആദ്യത്തെ 13 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതില് ദുര്യോധനന്റെ മെന്റാലിറ്റി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുര്യോധനൻ എന്തെല്ലാം കാര്യങ്ങളാണ്, യുദ്ധം ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ ദുര്യോധനൻ കണക്ക് കൂട്ടുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നൊക്കെ നമുക്ക് ഈ ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം നമുക്ക് ഈ സെക്ഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പൊ ഒന്നാമത്തെ ഭാഗത്തിൽ 13ാമത്തെ ശ്ലോകം വരെ ദുര്യോധനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സൈന്യത്തിനെ നിരീക്ഷിക്കുന്നതാണ്. അതിനുശേഷം തന്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യർക്ക് ഈ സൈന്യത്തിനെ പരിചയപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ ഭാഗം. 2ാമത്തെ ഭാഗം 14 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ. 14 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ പാണ്ഡവ സൈന്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. പാണ്ഡവ സൈന്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു. ആ പാണ്ഡവ സൈന്യത്തിന്റെ വിജയ ചിഹ്നങ്ങളെ എടുത്തു പറയുന്നു. പാണ്ഡവ സൈന്യമാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ സൂചനയുണ്ട്. ആ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് ഈ ഒരു ഭാഗത്ത് എടുത്തു പറയുന്നുണ്ട്. 14 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ പാണ്ഡവ സൈന്യത്തിന്റെ വിജയ ചിഹ്നങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു വിശദാംശങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇത് പ്രധാനമായിട്ട് നമ്മൾക്ക് എടുത്തു പറയാൻ സാധിക്കും. 14 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ.
അതിനുശേഷം 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണ്. ഉണ്ട്. പറ്റുന്നുണ്ട് പ്രഭുജി. യെസ്. സ്പീഡ് കുറയ്ക്കണം പ്രഭുജി. സ്പീഡ് കൂടുതലാ പ്രഭുജി. ഓക്കെ. ഒന്നാമത്തെ ഭാഗം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. യെസ്. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അത്രയും പാണ്ഡവ സൈന്യത്തിന്റെ വിജയത്തിനെ പറ്റി 1 തൊട്ടിട്ട് 14 തൊട്ട് 20 വരെ. യെസ്, അത്രയാണ്. അത് രണ്ടും ക്ലിയർ ആണല്ലോ. യെസ്. അടുത്ത മൂന്നാമത്തെ ഭാഗം അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സൈന്യത്തിനെ നിരീക്ഷിക്കുന്നതാണ്. അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സൈന്യത്തിനെ നിരീക്ഷിക്കുന്നതാണ് 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ അവിടെ അർജുനൻ ആ സൈന്യത്തിനെ, ഇരു സൈന്യത്തിനെയും കണ്ട സമയത്ത് അർജുനനുണ്ടായ ഭാവമാറ്റങ്ങൾ ഇതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യണമെന്നില്ല, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന ഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചും നോട്ട് ചെയ്ത് വെക്കാം. 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ നോക്കിക്കാണുന്നതാണ് മൂന്നാമത്തെ ഭാഗം. 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ നോക്കിക്കാണുന്നതാണ്. ഓക്കെ. ഇനി നാലാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം വരുന്നത് 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളാണ്. 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിൽ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ യുദ്ധം ചെയ്യുന്നില്ല ഭഗവാനെ എന്ന് ഈ അധ്യായത്തിൽ അർജുനൻ പറയുന്നുണ്ട്. അതിന് 5 കാരണങ്ങളും അർജുനൻ എടുത്തു പറയുന്നുണ്ട്. ആ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ പറയുന്ന 5 കാരണങ്ങൾ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിൽ. യെസ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ഒന്നാമത്തെ അധ്യായത്തിലുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. അതിനെ 4 ഭാഗമായിട്ട് തിരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. തിരിക്കാന്ന് മനസ്സിലായോ? നോട്ട് ചെയ്യാൻ പറ്റുമോ? 1 to 13 ഒന്നും കൂടി പറയോ? 1 to 13 ശ്ലോകം. പാണ്ഡവര് ദുര്യോധനൻ ക്ഷേത്ര യുദ്ധഭൂമിയിൽ സൈന്യത്തിനെ നോക്കിക്കാണുന്നതാണ്. നോക്കിക്കാണുകയും ചെയ്യുന്നു. അദ്ദേഹം ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യർക്ക് സൈന്യത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ദുര്യോധനൻ സൈന്യത്തിനെ നോക്കിക്കാണുന്നു, ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യർക്ക് സൈന്യത്തിനെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ ഭാഗം. അത് 1 മുതൽ 13 വരെ അല്ലേ? 1 മുതൽ 13 വരെ. ഓക്കെ, ശരി. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നാമത്തെ അതിന്റെ ഹെഡിങ് എന്താണ്? കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. 2 പേര് ഈ സൈന്യത്തിനെ നിരീക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ദുര്യോധനനും രണ്ടാമതായിട്ട് അർജുനൻ. 2 പേര് ഈ സൈന്യത്തിനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് സൈന്യത്തിനെ നിരീക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത എപ്പോഴാണ് ഉപദേശിച്ചത്? എത്ര വർഷം മുന്നെയാണ് ഉപദേശിച്ചത്? 5000 ഉപദേശിച്ചതാണ് അല്ലെ? എന്നിട്ടും ആളുകൾ ഭഗവത്ഗീത പഠിക്കുന്നു. അപ്പൊ ഭഗവത്ഗീത ഒരിക്കലും മാറ്റം വരാത്ത ശാശ്വതമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന് പറയാം. എല്ലാവരും വെച്ചു.
ഓക്കെ, അപ്പൊ 4 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കൂ, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, ഒന്നാമത്തെ ശ്ലോകത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പറയുന്നതാണ്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒത്തുചേർന്നിട്ടുള്ള പാണ്ഡവരും കൗരവരും എന്റെ പുത്രന്മാരെന്നാണ് ധൃതരാഷ്ട്രൻ പറയുന്നത്. പാണ്ഡവരെ സെപ്പറേറ്റ് ആയിട്ട് പാണ്ഡവർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് ധൃതരാഷ്ട്രന്റെ ഒരു മനോഭാവം മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ മക്കൾ സെപ്പറേറ്റ് ആണ്. പാണ്ഡുപുത്രന്മാർ അവരെ കൗരവരായിട്ട് പെടുത്തുന്നില്ല. രണ്ടുപേരും യഥാർത്ഥത്തിൽ കുരുവംശത്തിൽ വരുന്നതാണ്. പക്ഷെ പാണ്ഡവരെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ധൃതരാഷ്ട്രൻ പറയുന്നു. അതുകൊണ്ട് കുറച്ച് സ്വാർത്ഥഗതിയുള്ള ആളാണ്, സ്വാർത്ഥ ചിന്താഗതിയുള്ള വ്യക്തിയാണ് ധൃതരാഷ്ട്രൻ എന്നുള്ള കാര്യം നമ്മൾക്ക് ഒന്നാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ധർമ്മക്ഷേത്ര എന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഇപ്പൊ ഭഗവത്ഗീതയുടെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ധർമ്മത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യഥാർത്ഥ ധർമ്മം എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള നമ്മുടെ ധർമ്മം, മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ ധർമ്മം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ഈ ഭഗവത്ഗീത നമ്മൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഭഗവത്ഗീത. ഭഗവത്ഗീത നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു ലോസാണ്, വലിയൊരു നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. ഭഗവത്ഗീത പഠിക്കാൻ ഉള്ള ചാൻസ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. യെസ്, ഇപ്പം നമ്മൾക്ക് ആദ്യത്തെ സെക്ഷനിലുള്ള ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും, ദുര്യോധനൻ ദ്രോണാചാര്യരോട് സംസാരിക്കുന്നതാണ്. ദ്രോണാചാര്യരെ ആദ്യം ദുര്യോധനൻ പാണ്ഡവപക്ഷത്തിനെ പരിചയപ്പെടുത്തുന്നു. പാണ്ഡവപക്ഷത്തെ കുറിച്ച് പറയുന്നത് 3-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം എന്ന് പറയുന്നു. ദ്രോണാചാര്യരോട് പറയാണ്, അങ്ങ് നോക്കൂ, ഈ പാണ്ഡവപക്ഷത്തിനെ നോക്കൂ, അത് അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ദ്രുപദപുത്രൻ ദൃഷ്ടദ്യുമ്നൻ വ്യൂഢീകരിച്ചിട്ടുള്ളതാണ്. ആ സൈന്യത്തിന് നോക്കൂ. എന്താണ് അതിന്റെ പ്രത്യേകത? അതിലെ യുദ്ധവീരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് യുദ്ധവീരന്മാരെ കുറിച്ച് അടുത്ത ശ്ലോകം മുതൽ 4-ാമത്തെ ശ്ലോകം മുതൽ പറയുന്നുണ്ട്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാഹ. ഭീമാർജുനന്മാരെ പോലെ ശക്തരായിട്ടുള്ള സൈന്യാധിപന്മാരാണ്, മഹാരഥന്മാരാണ് പാണ്ഡവപക്ഷത്തുള്ളത് എന്നാണ് ആദ്യം ദുര്യോധനൻ പറയുന്നത്. ഭീമാർജുനന്മാരെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്താണ്? ഭീമാർജുനന്മാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഭീമാർജുനന്മാർ എത്രത്തോളം ശക്തരായിട്ടുള്ള വില്ലാളി വീരന്മാരെന്ന് എല്ലാവർക്കും അറിയാം. അത് ലോകപ്രശസ്തമാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്കിയുള്ളവരും അവരെ പോലെ തന്നെയാണ് എന്ന് പറയും. ഭീമാർജുന സമായുധി, ഭീമാർജുനന്മാരെ പോലെ യുദ്ധവീരന്മാരാണ് പാണ്ഡവപക്ഷത്തുള്ള മറ്റുള്ളവരും എന്ന് പറഞ്ഞിട്ട് ആ പാണ്ഡവപക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട മഹാരഥന്മാരുടെ പേരുകളാണ് 5-6 ശ്ലോകങ്ങളിൽ ദുര്യോധനൻ പറയുന്നത്. ദൃഷ്ടകേതു ചേകിദാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുങ്കവ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള രാജാക്കന്മാരാണ്, പാണ്ഡവരെ സഹായിക്കാൻ വന്നിട്ടുള്ള ഭീമാർജുന സമായുധിയായിട്ടുള്ള, ഭീമാർജുനന്മാരെ പോലെ യുദ്ധവീരന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകൾ ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ദ്രോണാചാര്യരെ പാണ്ഡവരുടെ സൈന്യത്തിനെ പരിചയപ്പെടുത്തി. അതിനുശേഷം സ്വന്തം സൈന്യത്തിനെ ഞാൻ പരിചയപ്പെടുത്താം എന്നാണ് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ.
ഇനി എന്റെ സൈന്യത്തിന് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് 8ാമത്തെ ശ്ലോകത്തിൽ 8-9 ശ്ലോകം കൊണ്ട് തന്റെ സൈന്യത്തിനെയും പരിചയപ്പെടുത്തി കഴിയും. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമ വികർണശ്ച തോമദത്തി തദൈവച. ഭവാൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യരെ തന്നെയാണ്. അങ്ങ് തന്നെ ആദ്യം അങ്ങയുടെ പേര് തന്നെ ഇരിക്കട്ടെ. കാരണം എന്താണ്, ദുര്യോധനൻ കുറച്ച് പൊളിറ്റിക്കലി ചിന്തിക്കുന്ന ആളാണ്. ഒന്ന് സുഖിപ്പിക്കണം, ദ്രോണാചാര്യരെ ഒന്ന് സുഖിപ്പിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ആദ്യം ദ്രോണാചാര്യരുടെ പേര് പറഞ്ഞു. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തി തഥൈവജ. ഇതൊക്കെ കൗരവരുടെ പക്ഷത്തുള്ള മഹാരഥന്മാരാണ്. അതിനുശേഷം ഇനി ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല എന്നും ദുര്യോധനൻ എടുത്തു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അന്യേച ബഹവശൂരാ മദർത്തേ നാനാശസ്ത്രപ്രഹരണാഹ സർവേ വിശാരദന്മാരായിട്ടുള്ള ഒരുപാട് സേനാനായകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താണ്? തെക്തജീവിത, എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ മഹാരഥന്മാരാണ് എന്ന് ദുര്യോധനൻ പറഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ ഒരു കണക്ക് പറയുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ ഒരു എക്സിറ്റ് പോൾ പറയാറുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ള ഒരു സർവേ. അതേപോലെ ഒരു സർവേ നടത്തി, ഒരു സർവേയുടെ റിസൾട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അപര്യാപ്തം തദസ്മാകം ബലം ഭീമാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം എന്ന് പറയുന്നത്. അപര്യാപ്തം, നമ്മുടെ സൈന്യബലം അത് അപര്യാപ്തമാണെന്ന് പറയുന്നു. അപര്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള അപര്യാപ്തമല്ല, സംസ്കൃതത്തിൽ അപര്യാപ്തം എന്ന് പറയുന്നത് അളക്കാൻ സാധിക്കാത്തത്, അളവില്ലാത്തത് എന്നാണ് അർത്ഥം. അപര്യാപ്തം തദസ്മാകം, നമ്മുടെ സൈന്യബലം അളവില്ലാത്തതാണ്, വലുതാണ്. പാണ്ഡവപക്ഷത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, താരതമ്യപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ സൈന്യബലമാണ് കൂടുതലായിട്ടുള്ളത്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ആരാണ് അതിനെ സംരക്ഷിക്കുന്നത്? ഭീഷ്മദേവൻ, ഭീഷ്മാചാര്യൻ അതിനെ സംരക്ഷിക്കാനുമുണ്ട്. പാണ്ഡവരുടെ സൈന്യത്തിന്റെ കാര്യം എന്താണ്? പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. പര്യാപ്തമാണ്, അത് വളരെ ചെറുതാണ്. പാണ്ഡവ സൈന്യം വളരെ ചെറുതാണ്. മാത്രമല്ല അതിന്റെ സേനാനായകൻ ആരാണ്? ഭീമനാണ്. ചെറുപ്പം മുതലേ ദുര്യോധനന് ഭീമനെ കണ്ടാൽ ഇഷ്ടമല്ല. അപ്പൊ ഭീമന് യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്ന് ദുര്യോധനൻ എപ്പോഴും പറയുന്നത് ഭീമൻ അത്ര വലിയ യുദ്ധവീരനൊന്നുമല്ല, ഭീമനെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്നാണ് ദുര്യോധനൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ദുര്യോധനൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്ക് കൂട്ടുന്നത് എന്താണ്? തന്റെ സൈന്യം തന്നെ വിജയിക്കും എന്നാണ്. കൗരവപക്ഷം തന്നെ വിജയിക്കുമെന്നാണ് ദുര്യോധനൻ കണക്ക് കൂട്ടുന്നത്. കാരണം എന്താണ്? അപര്യാപ്തം തദസ്മാകം, അത് സൈന്യബലം വളരെ കൂടുതലാണ്. മാത്രമല്ല ഭീഷ്മാചാര്യൻ സംരക്ഷിക്കാനുമുണ്ട്. അതുകൊണ്ട് തന്റെ സൈന്യം തന്നെ വിജയിക്കും എന്നാണ് ദുര്യോധനൻ കണക്ക് കൂട്ടുന്നത്. പാണ്ഡവരുടെ സൈന്യം വളരെ ചെറുതാണ്, പര്യാപ്തമാണ്. അതിന്റെ സേനാനായകനാണെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഭീമസേനാണ്. അതുകൊണ്ട് അവർ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇവിടെ ദുര്യോധനൻ കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം ദുര്യോധനൻ ഒരു നിർദ്ദേശവും നൽകി. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു. ഭീഷ്മദേവനെ എല്ലാ സമയത്തും സംരക്ഷിക്കണം. കാരണം അദ്ദേഹമാണ് നമ്മുടെ സേനാനായകൻ. അദ്ദേഹത്തിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈന്യം വിജയിക്കും. ദുര്യോധനൻ കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ ദുര്യോധനൻ ആ സൈന്യത്തിനെ നോക്കിക്കണ്ടു. അതിനുശേഷം അഭിപ്രായം പറഞ്ഞു. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പാണ്ഡവപക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. പാണ്ഡവപക്ഷത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. പാണ്ഡവപക്ഷത്തിന്റെ വിജയചിഹ്നങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് വിജയചിഹ്നങ്ങൾ എന്ന് നമ്മൾക്ക് നോക്കാം. പ്രത്യേകിച്ചും 13ാമത്തെ ശ്ലോകത്തിൽ ഭീഷ്മദേവന്റെ വിളിക്ക് ശേഷം അവിടെ വലിയ കോലാഹലമായി എന്ന് പറയുന്നു. 14ാമത്തെ ശ്ലോകത്തിലാണ് പാണ്ഡവ സൈന്യത്തിനെ പരിചയപ്പെടുത്തുന്നത്. 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തതശേതേർ ഹയേർ യുക്തേ മഹതി സ്യന്ദനെ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖോ ഹൃദത്മതോ.
പാണ്ഡവ സൈന്യത്തിലുള്ള പ്രത്യേകതകളെ കുറിച്ച് ഈ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകത? തദശ്വേതേർ ഹയേർ യുക്തേ. ആദ്യം അർജുനനെയും ഭഗവാനെയാണ് പരിചയപ്പെടുത്തുന്നത്. അവരിയ്ക്കുന്ന രഥം, ആ രഥത്തിനെ വലിക്കുന്ന കുതിരകൾ, അതിനൊക്കെ പ്രത്യേകതയുണ്ട്. കുതിരകൾക്ക് എന്താണ് പ്രത്യേകത? ശ്വേതേർ ഹയേർ യുക്തേ, വെളുത്ത കുതിരകളാണ്. അതെടുത്ത് പറഞ്ഞിരിക്കുന്നു. ആ വെളുത്ത കുതിരകൾ ഒരു വിജയത്തിന്റെ ചിഹ്നമാണ്. ഇപ്പൊ പാണ്ഡവപക്ഷത്തിന്റെ വിജയ ചിഹ്നങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശ്വേതേർ ഹയേർ യുക്ത എന്ന് പറയുന്നത്, ശ്വേത വെളുത്ത കുതിരകൾ, അത് വിജയത്തിന്റെ ഒരു ചിഹ്നമാണ്. പിന്നെ എന്താണ്? മഹതിസ്യന്തനെ സ്ഥിതോ, അർജുനൻ ഇരിക്കുന്ന ആ ഒരു രഥം ഒരു സാധാരണ രഥമല്ല എന്നാണ് പറയുന്നത്. മഹതിസ്യന്തനെ സ്ഥിതോ, നമ്മൾക്കറിയാം അർജുനന് അത് അഗ്നിദേവൻ കൊടുത്തിട്ടുള്ളതാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അല്ല, അതിന് ഭൂമിയിലും ആകാശത്തും സഞ്ചരിക്കാം. അതേപോലെ നിന്ന നിൽപ്പിൽ തന്നെ അതിന് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഫുൾ റൗണ്ട് അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. മറ്റായുധങ്ങൾക്കൊന്നും അതിനെ തകർക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള രഥത്തിലാണ് അർജുനൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനന്റെ രഥത്തിനെ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? മഹതിസ്യന്തനെ സ്ഥിതോ. അപ്പൊ ആ മഹത്തായ രഥവും ഒരു വിജയചിഹ്നമാണ്. വെളുത്ത കുതിരകൾ, അതേപോലെ മഹത്തായിട്ടുള്ള രഥം, മഹതി സ്യന്തനെ. പിന്നെ മറ്റൊരു വലിയ വിജയചിഹ്നമുണ്ട്. അതെന്താണ്? മാധവ, ഭഗവാൻ തന്നെ അല്ലെ. മാധവ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാധവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? അർജുനന്റെ യെസ്, മാധവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് എന്നാണ്. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി, ധവൻ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് അല്ലെ. ലക്ഷ്മി ദേവി എല്ലാ ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും സൂചനയാണ്. ആ ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് ഭഗവാൻ തന്നെയാണ് നേരിട്ട് പാണ്ഡവപക്ഷത്തുള്ളത്. അതും പാണ്ഡവപക്ഷത്തിന്റെ വലിയൊരു വിജയ സൂചനയാണ്, വിജയ ചിഹ്നമാണ്. അപ്പം 3 വിജയ ചിഹ്നങ്ങൾ ബാക്ക് സൈഡിൽ സൗണ്ട് കാരണം ഒന്നും കേൾക്കാനില്ല പ്രഭുജി. മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അവർ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് കേൾക്കാം. ഓക്കെ, 3 വിജയ ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? വെളുത്ത കുതിരകൾ, വെളുത്ത കുതിരകൾ, ലക്ഷ്മി ദേവിയുടെ അഗ്നിദേവൻ ഭർത്താവ്, കൊടുത്ത രഥം, പിന്നെ ഹനുമാന്റെ കൊടിയിലെ ഹനുമാന്റെ ചിഹ്നം. യെസ്, അപ്പൊ വെളുത്ത കുതിരകൾ പറഞ്ഞു, മഹത്തായിട്ടുള്ള രഥം പറഞ്ഞു, അതേപോലെ മാധവൻ ഭഗവാൻ എന്ന് പറഞ്ഞു. 3 ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പാണ്ഡവർ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ശംഖുകളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. നമ്മൾക്ക് നോക്കാം ഏതൊക്കെയാണ് ശംഖുകളുടെ പേര് എന്നുള്ള കാര്യം. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര. ഭഗവാന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യം എന്നാണ്. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം എന്നാണ്. അതേപോലെ ഭീമസേനന്റെ ശംഖിന്റെ പേര് പൗണ്ഡ്രം എന്നാണ്. യുധിഷ്ഠിര മഹാരാജാവിന്റെ ശംഖിന്റെ പേര് പറയുന്നുണ്ട് അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. യുധിഷ്ഠിര മഹാരാജാവ് ഉപയോഗിക്കുന്ന ശംഖിന്റെ പേര് അനന്ത വിജയം എന്നാണ്. നകുല സഹദേവന്മാർ ഉപയോഗിച്ച ശംഖുകളുടെ പേര് സുഘോഷം എന്നും മണിപുഷ്പകം എന്നുമാണ്. ഈ ശംഖുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. കാരണം ഈ ശംഖുകളൊക്കെ ദിവ്യമാണ് എന്ന് പറയുന്നു. ദിവ്യവും ശംഖവും പ്രദത്മതു എന്നാണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അവർ ഉപയോഗിച്ച ശംഖുകളും സാധാരണ ശംഖുകളല്ല, അതും പ്രത്യേകതയാണ്. അപ്പം ദിവ്യമായിട്ടുള്ള ശംഖും അവരുടെ ഒരു വിജയചിഹ്നമാണ്. ദിവ്യമായിട്ടുള്ള ശംഖുകൾ. 4 വിജയചിഹ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുശേഷം അവരുടേതായിട്ടുള്ള ശംഖുകളൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. അത് പാണ്ഡവപക്ഷത്ത്, അത് കൗരവപക്ഷത്ത് വലിയ
ബുദ്ധിമുട്ടുണ്ടാക്കി, അവർ ഭയന്നു പോയി ആ ശങ്കുലി കേട്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, രണ്ട് സൈന്യങ്ങളുടെയും നടുക്കായിട്ട് തൻ്റെ രഥത്തിനെ കൊണ്ട് നിർത്തണം. തനിക്ക് രണ്ട് സൈന്യത്തിനെ ഒന്ന് നോക്കിക്കാണണം, ആരൊക്കെയാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത് എന്ന് നോക്കിക്കാണണം എന്ന് പറയുന്ന സമയത്ത് 20-ാമത്തെ ശ്ലോകത്തിൽ മറ്റൊരു വിജയചിഹ്നത്തിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. 20-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിത്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവാൻ. അർജുനന്റെ രഥത്തില് വിജയചിഹ്നമായിട്ടിരിക്കുന്നത് എന്താണ്? കപിത്വജ. അവരുടെ രഥത്തിൽ, ഓരോ രഥത്തിനും ഓരോ കൊടിയുണ്ടാകും. ആ കൊടിയിൽ ഓരോ ചിഹ്നങ്ങളുണ്ടാകും. അർജുനന്റെ കൊടിയിലെ ചിഹ്നം എന്താണ്? ആരാണ്? ഹനുമാനാണ്, അല്ലെ? ഹനുമാൻ സ്വാമിയാണ്. അപ്പം ആ ഹനുമാന്റെ സാന്നിധ്യവും പാണ്ഡവരുടെ ഒരു വിജയ സൂചനയാണ്. അപ്പം 5 വിജയ സൂചനകള് നമ്മൾ പറഞ്ഞു, അല്ലെ? വെളുത്ത കുതിരകള്, മഹത്തായിട്ടുള്ള രഥം, ഭഗവാൻ മാധവൻ, അതേപോലെ ദിവ്യമായിട്ടുള്ള ശംഖുകള്, കപിധ്വജ അർജുനന്റെ കൊടിയടയാളമായിട്ടുള്ള ഹനുമാൻ. ഇതൊക്കെ പാണ്ഡവരുടെ വിജയ ചിഹ്നങ്ങളാണ് എന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഭഗവാനോട് അർജുനൻ നിർദ്ദേശിച്ചു, 2 സൈന്യങ്ങളുടെയും നടുക്കായിട്ട് ഈ രഥത്തിനെ കൊണ്ട് നിർത്തുക എന്ന് അർജുനൻ നിർദ്ദേശിച്ചു. 21-ാമത്തെ ശ്ലോകത്തിൽ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത യാവതേതാൻ നിരീക്ഷേഹം യൂഥുകാമാൻ അവസ്ഥിതാൻ. ആരൊക്കെയാണ് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ ആ ഭക്തന്മാരോടുള്ള വാത്സല്യമാണ്. ഭഗവാൻ ഇവിടെ യുദ്ധം ചെയ്യുന്നില്ല, അല്ലെ? ഈ മുഴുവൻ അഖിലാണ്ട ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനായിട്ടുള്ള ഭഗവാൻ ഇവിടെ ആരായിട്ടാണ് ഇരിക്കുന്നത്? അർജുനന്റെ തേരാളിയായിട്ടാണ്, ഒരു ഡ്രൈവറായിട്ടാണ് ഇരിക്കുന്നത്. അർജുനൻ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അനുസരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഡ്യൂട്ടി. അപ്പൊ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് കാണിക്കുന്ന ആ ഭഗവാന്റെ ഭക്തവാത്സല്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അർജുനൻ ആജ്ഞാപിക്കുകയാണ് ഭഗവാനോട്, അവിടെ നടുക്ക് കൊണ്ടുപോയി നിർത്തൂ. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിത. അവിടെ കൊണ്ടുപോയി നിർത്തൂ എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ അവിടെ 2 സൈന്യത്തിന്റെയും നടുക്ക് കൊണ്ടുപോയിട്ട് രഥത്തിനെ നിർത്തുകയാണ്. അതിനുശേഷം അർജുനൻ ആ സൈന്യത്തിന് നോക്കിക്കാണണം. എന്താണ് അർജുനൻ കാണുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇരുപത്തി-ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 2 സൈന്യങ്ങളിലും എന്താണ് അർജുനൻ കണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തത്രാപശ്യ സ്ഥിതാൻ പാർത്ത പിതൃൻ അത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതരൻ പുത്രാൻ പൗത്രാൻ സഖീൻസ്തത തുഷുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരവി. യഥാർത്ഥത്തിൽ അവര് വലിയ വലിയ തെറ്റുകൾ, പാണ്ഡവരോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ ആ തെറ്റുകളൊന്നും കണക്കാക്കി അവരെ ശത്രുക്കളായിട്ടല്ല അർജുനൻ കാണുന്നത്. ദുര്യോധനൻ നേരത്തെ കണ്ട സമയത്ത് ശത്രുക്കളായിട്ടാണ് കണ്ടത്. ദുര്യോധനൻ ഒന്നും കണക്കാക്കിയില്ല, സൈന്യത്തിന്റെ ബലം മാത്രമേ നോക്കിയുള്ളൂ, ആരാണ് വിജയിക്കുന്നത് എന്നാണ് ദുര്യോധനൻ നോക്കിയത്. പക്ഷെ അർജുനൻ നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്? എല്ലാവരെയും ബന്ധുക്കളായിട്ടാണ് അർജുനൻ കാണുന്നത്, അല്ലെ? ആചാര്യാൻ മാതുലാൻ ഭ്രാതരൻ പുത്രാൻ പൗത്രാൻ സഖീൻസ്തത. അപ്പൊ ഇത്രയൊക്കെ വലിയ ഒരുപാട് തെറ്റുകൾ പാണ്ഡവരോട് ചെയ്തിട്ട് പോലും അർജുനന്റെ ആ ഒരു ബന്ധം, അർജുനന് അവരോട് യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർജുനൻ എല്ലാവരെയും ബന്ധുക്കളായിട്ടാണ് കാണുന്നത്. അത് ഇവിടെ പറയുന്നുമുണ്ട് 27-ാമത്തെ ശ്ലോകത്തില്. താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിത. എല്ലാവരെയും ബന്ധുക്കളായിട്ടാണ് അർജുനൻ കാണുന്നത്. അങ്ങനെ കണ്ട സമയത്ത് എന്തുണ്ടായി? അർജുനൻ എന്ത് മാറ്റമുണ്ടായി? കൃപയാ പരയാവിഷ്ടോ വിഷീതന്വിതം അബ്രവീത്. അർജുനന് വലിയ കൃപയുണ്ടായി. ഇത് ഭക്തന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്, കൃപ അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത്, അല്ലെ? ദുര്യോധനൻ നോക്കിയ സമയത്തൊന്നും ഉണ്ടായില്ല. പക്ഷെ അർജുനൻ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് അവരോട് വലിയ കൃപ തോന്നി. ഇവരോടാണല്ലോ ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്, ഇവരെയൊക്കെ ഞാൻ യുദ്ധം ചെയ്ത് കൊല്ലണമല്ലോ എന്ന് അർജുനന് തോന്നി. അതിനുശേഷം അർജുനൻ പറയുകയാണ്, ഭഗവാനോട് പറയുകയാണ്, ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമഗാത്രാണി മുഖം ച
പരിശുഷ്യതി. ഞാൻ എല്ലാവരെയും കാണുന്നത് എങ്ങനെയാണ്? ദൃഷ്ടേമം സ്വജനം, എൻ്റെ സ്വജനമായിട്ടാണ്, എൻ്റെ ബന്ധുക്കളായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ മുഖം വരണ്ടു പോവുകയാണ്. വേപദുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ശരീരം ചുട്ടുനീറുകയാണ്, എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഭാവമാറ്റങ്ങൾ അർജുനുണ്ടാകുന്നു തൻ്റെ ബന്ധുമിത്രാദികളെ യുദ്ധഭൂമിയിൽ കണ്ട സമയത്ത്. ഇതെല്ലാം അർജുനന്റെ ആ ഒരു സാത്വിക സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത്. അർജുനന്റെ മൃദുല സ്വഭാവം, വലിയ വില്ലാളി വീരനാണെങ്കിൽ പോലും അർജുനന്റെ ഉള്ളു വളരെ മൃദുലമാണ് എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അർജുനൻ, ഇനി ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്ന് ഭഗവാനോട് ഡിക്ലെയർ ചെയ്യണം, ഭഗവാനോട് പറയാണ്. അതിന് കാര്യകാരണങ്ങളും പറയും. ഇന്ന കാര്യം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ എടുത്തു പറയുന്നു. അതിൽ 5 കാരണങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഇവിടെ അർജുനൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്. എന്താണ്? 31ാമത്തെ ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. എന്താണ് പറയുന്നത്? യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ശ്രേയസ് ഒന്നും ഉണ്ടാകില്ല എന്നാണ് അർജുനൻ പറയുന്നത്. കാരണം ബന്ധുക്കളെയൊക്കെ കൊല്ലേണ്ടി വരും. ബന്ധുക്കളെ കൊന്നിട്ട് ശ്രേയസ് ഉണ്ടായിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് യുദ്ധം തന്നെ ശ്രേയസ്കരമല്ല. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? അർജുനൻ പറയുന്നത് യുദ്ധം ശ്രേയസ്കരമല്ല എന്നാണ് പറയുന്നത്. യുദ്ധം ചെയ്യുന്നത് ശ്രേയസ്കരമല്ല, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ പറയുന്നു. പിന്നീട് മറ്റൊരു കാരണം അർജുനന്റെ കൃപയാണ്. അർജുനന് മറ്റുള്ളവരോടുള്ള അനുകമ്പ. ആ അനുകമ്പയെ കുറിച്ച് പറയുന്നത് നേരത്തെ തന്നെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു. കൃപയാ പരയാവിഷ്ടോ വിഷീദന്തിതം അബ്രവീത് 27ാമത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ കാരണം അർജുനന്റെ കൃപയാണ്, അല്ലെങ്കിൽ അനുകമ്പ. അനുകമ്പ മൂലം അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല. 27ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് സാധിക്കും, കൃപയാ പരയാവിഷ്ടോ വിഷീദന്തിതം അബ്രവീത്. അർജുനന്റെ അനുകമ്പ മൂലം അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാരണം അർജുനൻ പറയുന്നത് നച്ച ശ്രേയോന പശ്യാമി, ഞാൻ യാതൊരു ശ്രേയസ്സും ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് കാണുന്നില്ല. 31ാമത്തെ ശ്ലോകത്തിൽ ശ്രേയസ്, ഈ യുദ്ധം ശ്രേയസ്കരമല്ല എന്നാണ് അർജുനൻ പറയുന്നത്. പിന്നീട് 36ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അർജുനൻ പറയുന്നു ഈ യുദ്ധം ചെയ്യുന്നത് വലിയ പാപമാണ്, ഒരുപാട് പേരെ കൊല്ലേണ്ടി വരും, പ്രത്യേകിച്ചും ഗുരുജനങ്ങളെ, മുതിർന്ന വ്യക്തികളെ, അതേപോലെ പിതാമഹനെയൊക്കെ കൊല്ലേണ്ടി വരും. അത് വലിയ പാപമാണ്, അതുകൊണ്ട് പാപമുണ്ടാകും എന്നാണ് പറയുന്നത്. പാപമേവാസ്മാൻ അത്വൈതാൻ ആദതായിന. അവരൊക്കെ തെറ്റുകാരാണെങ്കിലും നമ്മൾക്ക് പാപമുണ്ടാകും. വെറുതെ എന്തിനാണ് പാപം നമ്മൾ എടുത്ത് തലയിൽ വെക്കുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പം പാപചിന്ത, യുദ്ധം ചെയ്താൽ പാപമുണ്ടാകും എന്നുള്ള ചിന്ത കൊണ്ടും അർജുനൻ പറഞ്ഞു യുദ്ധം ചെയ്യുന്നില്ല. അപ്പൊ 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് അർജുനന്റെ അനുകമ്പ, രണ്ടാമത്തത് യുദ്ധം ശ്രേയസ്കരമല്ല, ബന്ധുക്കളെ കൊല്ലുന്നത് ശ്രേയസ്കരമല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തത് പാപചിന്ത, നമ്മൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാപമാണ് അതിന്റെ നേട്ടം, പാപം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അർജുനൻ പറയുന്നത്. 36ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. പാപമേവാശ്രയേതസ്മാൻ ഹത്വൈതാൻ ആദതായിന, പാപമുണ്ടാകുമെന്ന് പറയുന്നു. 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കുലക്ഷയം ഉണ്ടാകും. ഈ നമ്മുടെ കുടുംബത്തിന്റെ വലിയ വലിയ മുതിർന്ന വ്യക്തികളാണ്, കുടുംബത്തിലെ കാരണവന്മാരാണ് എല്ലാവരും വന്നിരിക്കുന്നത് അല്ലെ. ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ കുലം തന്നെ ഇല്ലാതാവും. ഒരു കുലത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്, കൗരവ കുലത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട്. പിതാമഹനായിട്ടുള്ള ഏറ്റവും വൃദ്ധനായിട്ടുള്ള ഭീഷ്മാചാര്യര് മുതൽ പേരക്കുട്ടിയായിട്ടുള്ള അഭിമന്യു വരെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കുലം മുഴുവൻ മുടിഞ്ഞു പോകും, കുലം മുടിഞ്ഞു പോകും, കുലക്ഷയം ഉണ്ടാകും. അപ്പൊ കുലക്ഷയം ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യദ്യഭേദേന പശ്യന്തി ലോപോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേച പാതകം. കുലക്ഷയം ഉണ്ടാകും, നമ്മുടെ കുലം മുഴുവൻ മുടിഞ്ഞു പോകും, കൗരവപക്ഷം ഇല്ലാതായി പോകും. എല്ലാവരും യുദ്ധത്തിന് വന്നിട്ടുണ്ട്, വലിയ ഘോരമായിട്ടുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത്, നമ്മുടെ കുടുംബം മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ട് കുടുംബം നശിപ്പിക്കുന്ന കാര്യത്തിന്
ഞാൻ വരുന്നില്ല, കുലക്ഷയം ഉണ്ടാകും എന്നുള്ളത് അടുത്തൊരു പോയിന്റാണ്. ഇനി അവസാനത്തെ പോയിന്റ് എന്താണ്? എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ അവസാനത്തെ പോയിന്റ് അർജുനന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അർജുനന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അർജുനന് തീരുമാനം എടുക്കാൻ സാധിക്കാതെ അർജുനൻ തന്റെ അമ്പും വില്ലും ഒക്കെ രഥത്തിലിട്ട് തീരുമാനമെടുക്കാൻ കഴിയാതെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് അവസാനത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. 46-ാമത്തെ ശ്ലോകത്തിൽ ഏവമുക്താർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്ന മാനസ. ഒന്നും തീരുമാനം എടുക്കാൻ സാധിക്കാതെ അർജുനൻ ആ രഥത്തിൽ ഇരിപ്പായി എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഈ 1-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അർജുനൻ തീരുമാനം എടുക്കാൻ സാധിക്കാതെ രഥത്തില് തന്റെ വിസൃജ്യ സശരം ചാപം, തന്റെ ഗാണ്ഡീവവും അമ്പും എല്ലാം ഉപേക്ഷിച്ച് രഥത്തിൽ ഇരിക്കുന്ന സീനാണ് അവസാനം നമ്മൾ കാണുന്നത്. അവസാനത്തെ പോയിന്റ് എന്താണ്? അർജുനന് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. യുദ്ധം ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അർജുനൻ യുദ്ധത്തിന് തയ്യാറാകുന്നില്ല. അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള 5 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? യുദ്ധം ശ്രേയസ്കരമല്ല. അർജുനന്റെ അനുകമ്പ വലിയ പാപമാണ് ഇത് ചെയ്യുന്നത് കൊണ്ട്. യുദ്ധം ചെയ്യുന്നത് വലിയ പാപമാണ്. കുലക്ഷയം, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുലക്ഷയം ഉണ്ടാകും, കുടുംബം നശിച്ചു പോകും. അർജുനന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അർജുനന് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല. അവസാനം നമ്മൾ എന്താണ് കാണുന്നത്? അർജുനൻ യുദ്ധം ചെയ്യാൻ സാധിക്കാതെ തന്റെ ഗാണ്ഡീവം, തന്റെ വില്ല്, ഗാണ്ഡീവം, അമ്പും ഒക്കെ ഉപേക്ഷിച്ച് രഥത്തിൽ ഇരിക്കുന്നതായിട്ടാണ് അവസാനം നമ്മൾ. ഏവമുക്താർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സസരം ചാപം ശോകസംവിഘ്ന മാനസ. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, എത്ര ശ്ലോകമാണുള്ളതെന്ന് പറഞ്ഞു, അതിനെ വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനാക്കി മാറ്റി, അതിലെ ഓരോ സെക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ദുര്യോധനൻ സൈന്യത്തിനെ നിരീക്ഷിക്കുന്നത് കണ്ടു. അതേപോലെ പാണ്ഡവപക്ഷത്തിന്റെ വിജയ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അതേപോലെ അവസാനം അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് 1-ാമത്തെ അധ്യായത്തിലെ ഒരു ചുരുക്കമായി. ആ 5 കാര്യങ്ങൾ ഒന്നും കൂടെ പറയോ? യുദ്ധം ചെയ്യണത് ശ്രേയസ്സമല്ല. യുദ്ധം ചെയ്യുന്നത് ശ്രേയസ്കരമല്ല. യുദ്ധം ചെയ്യുന്നത് പാപമാണ്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കുലക്ഷയമുണ്ടാകും. പിന്നെന്താണ് പറഞ്ഞത്? അർജുനന്റെ അനുകമ്പ, സാധിക്കുന്നില്ല. 5 പോയിന്റ്. ഓക്കെ, അപ്പം സമയമായിട്ടുണ്ട്. അധ്യായം ചെയ്തു. അതിന്റെ ചുരുക്കം ഡീറ്റെയിൽ സ്റ്റഡിയല്ല. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ 1-2 ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ?